My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. വിലയേറിയ ദൈവമക്കളെ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനങ്ങൾ. Today is a special day for the ministry of Esther prayer group. എസ്തർ പ്രാർത്ഥനാ ഗ്രൂപ്പിന് ഇന്ന് സവിശേഷമായ ഒരു സുദിനമാണ്. Zechariah chapter 4:10 says, "For who has despised the day of small things?" സെഖര്യാവ് 4:10 പറയുന്നു, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. In this world we are going through many troubles and trials of this world. ഈ ലോകത്തിൽ നമ്മൾ നിരവധി പ്രയാസങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. Galatians chapter 1 verse 4 says, "God shall deliver us from this present evil age." ഗലാത്യർ 1:4 പറയുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കും. We too underwent a terrible time in our family life. ഞങ്ങളും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഭയാനകമായ ദിവസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. God blessed us with 2 children. ദൈവം 2 മക്കളെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. Paul Dinakaran and Angel Dinakaran. പോൾ ദിനകരനെയും ഏഞ്ചൽ ദിനകരനെയും. But in the year 1986 we lost our daughter Angel through a cruel accident. എന്നാൽ 1986 ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ ഏഞ്ചലിനെ നഷ്ടപ്പെട്ടു. അവൾ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. We are crying like anything. ഞങ്ങൾ കരഞ്ഞു വിലപിച്ചു. Because she was a sweet child. കാരണം അവൾ നല്ലൊരു പൈതലായിരുന്നു. In nature സ്വഭാവത്തിലും and in beauty. അതുപോലെ സൗന്ദര്യത്തിലും. Oh, we lost our precious daughter. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിലയേറിയ മകളെ നഷ്ടപ്പെട്ടു. This happened in the year 1986. 1986 ഇത് സംഭവിച്ചത്. After 2 years, in the year 1988, as I was sitting in the car, looking into outside the car, when I went for a shopping, I saw 2 ladies talking together. 2 വർഷങ്ങൾക്ക് ശേഷം 1988 ഒരിക്കൽ ഞാൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ കാറിലിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 സ്ത്രീകൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. They were talking and talking happily. അവർ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നു. And the Lord told me one thing. അപ്പോൾ കർത്താവ് ഒരു കാര്യം എന്നോട് My പറഞ്ഞു. daughter, who will tell them about Jesus Christ and the way of salvation? എന്റെ മകളെ, രക്ഷയിലേക്കുള്ള മാർഗമായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആരാണ് അവരോട് പറയുക? Will you do something for that? നീ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? But I never knew what to do. എന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. That time, to my surprise, God made me start a prayer group. അത്ഭുതമെന്ന് പറയട്ടെ, ആ സമയത്ത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങുവാൻ ദൈവം എന്നെ പ്രാപ്തയാക്കി. Prayer means those days people will not come. അക്കാലത്ത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരും വരില്ല. But 12 people came on that day. എന്നാൽ അന്ന് പ്രാർത്ഥിക്കുവാൻ 12 പേർ We വന്നു. started praying. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ We തുടങ്ങി. don't know what to pray and how to pray. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം ഒന്നും But ഞങ്ങൾക്കറിയില്ലായിരുന്നു. as we are praying, എന്നാൽ ഞങ്ങൾ the പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ Holy Spirit guided me. പരിശുദ്ധാത്മാവെന്നെ വഴി നടത്തി. And every one of us enjoyed the presence of God. ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവ സാന്നിധ്യം ആസ്വദിക്കുവാൻ സാധിച്ചു. Thus, the Esther prayer group ministry was started. അങ്ങനെയാണ് എസ്തേർ പ്രാർത്ഥനാ ഗ്രൂപ്പ് ശുശ്രൂഷ ആരംഭിച്ചത്. In the beginning, God gave me 20 prayer points. ആരംഭത്തിൽ ദൈവം എനിക്ക് 20 പ്രാർത്ഥനാപേക്ഷകൾ നൽകി. Every month I used to spend time in the presence of God. എല്ലാ മാസവും ഞാൻ ദൈവസന്നിധിയിൽ സമയം The ചെലവഴിച്ചിരുന്നു. Holy Spirit himself gave the prayer points. പരിശുദ്ധാത്മാവ് തന്നെയാണ് പ്രാർത്ഥനാപേക്ഷകൾ നൽകിയിരുന്നത്. Let me tell you one incident which happened in the prayer group. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നടന്ന ഒരു സംഭവം ഞാൻ ഇപ്പോൾ നിങ്ങളോട് The പങ്കുവെക്കട്ടെ. first group was there, അന്ന് ആദ്യത്തെ ഗ്രൂപ്പ് ആരംഭിച്ചിരുന്നു. and one lady doctor attended that prayer meeting. ആ പ്രാർത്ഥനാ യോഗത്തിൽ ഒരു ലേഡി ഡോക്ടർ പങ്കെടുത്തു. One day she came with a broken heart ഒരു ദിവസം അവർ തകർന്ന മനസ്സോടെയാണ് വന്നത്. because she had 3 children and one is a girl child. കാരണം അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. അതിൽ ഒന്ന് പെൺകുട്ടിയായിരുന്നു. She was married and she said, "I can't bear a child, mom, because I have some problem in my womb." അവളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഗർഭം ധരിക്കുവാൻ സാധിക്കില്ല, എന്റെ ഗർഭാശയത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. With a burdened heart, that sister, that doctor lady came to our meeting, and the prayer point which was given to her was praying for the people who have no children. അന്ന് അത്യധികമായ ഹൃദയഭാരത്തോടെയാണ് ആ ലേഡി ഡോക്ടർ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വന്നത്. എന്നാൽ അന്ന് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പ്രാർത്ഥനാപേക്ഷയാണ് അവർക്ക് നൽകപ്പെട്ടത്. She was surprised. അവർ അത്യധികം അത്ഭുതപ്പെട്ടു. But prayed with a real burden, as she had that burden, thinking about the other
mothers and others who have no children. She prayed a prayer of faith and thank God for hearing that prayer. അന്ന് ആ സഹോദരി ആത്മഭാരത്തോടെ വിശ്വാസത്തോടെ ആ അപേക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതിന്റെ വേദന അവർക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. പ്രാർത്ഥന കേട്ടതിനെ അവർ ദൈവത്തിന് That സ്തോത്രം is the കരയറ്റി. greatness of this Esther prayer ministry. ഈ എസ്തേർ പ്രാർത്ഥന ശുശ്രൂഷയുടെ മഹത്വം അതാണ്. God gives us prayer point and supporting the word of God, the Lord will give. ദൈവം ഞങ്ങൾക്ക് പ്രാർത്ഥനാപേക്ഷകൾ നൽകുന്നു. മാത്രമല്ല ആ പ്രാർത്ഥനാപേക്ഷയെ പിന്താങ്ങുന്ന വചനങ്ങളും നൽകുന്നു. When we use the word of God and pray, we are strengthened in our prayers. ഞങ്ങൾ ദൈവവചനം അവകാശമാക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ ശക്തി That പ്രാപിക്കുന്നു. doctor lady went home. ആ ലേഡി ഡോക്ടർ വീട്ടിലേക്ക് പോയി. In few days, she received a letter from her daughter. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് തന്റെ മകളിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു. She mentioned that she is conceived. ആ കത്തിൽ താൻ ഗർഭിണിയായിരിക്കുന്നു എന്ന് ആ മകൾ സൂചിപ്പിച്ചിരുന്നു. She is going to become a mother. അവർ ഒരു അമ്മയായി തീരുവാൻ പോകുന്നു. What a great thing it is, isn't it? എത്ര മഹത്തായ ഒരു കാര്യമാണ്. The lady was so happy. ആ ലേഡി ഡോക്ടർക്ക് വളരെ സന്തോഷമായി. Yes, that is the effective prayer of a righteous person who prays in the Esther prayer group ministry. അതെ, എസ്തേർ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന നീതിയുള്ള ഒരു സഹോദരിയുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. In our prayer towers also people pray in the same way. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗോപുരങ്ങളിലും പ്രാർത്ഥനാ പടയാളികൾ അങ്ങനെ തന്നെ In the പ്രാർത്ഥിക്കുന്നു. phone also people pray in the same way. ടെലിഫോണിലൂടെയും ഞങ്ങളുടെ പ്രാർത്ഥനാ പടയാളികൾ അതുപോലെ So പ്രാർത്ഥിക്കുന്നു. those who don't have children or any other blessing, go to Esther prayer group. ആകയാൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ എസ്തേർ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് Go ചെല്ലൂ. to Jesus calls prayer tower. യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരങ്ങളിലേക്ക് ചെല്ലൂ. Or attend phone and ask them to pray for your need. അല്ലെങ്കിൽ ഫോണിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരോട് ആവശ്യപ്പെടൂ. Esther prayer group is a great blessing to so many people receiving God's abundant blessings. എസ്തേർ പ്രാർത്ഥനാ ഗ്രൂപ്പ് നിരവധി പേർക്ക് ഒരു അനുഗ്രഹമാണ്. അവർ ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. God in His great mercy, it has made to spread all over India. ദൈവത്തിന്റെ വൻ കൃപയാൽ ഇന്ത്യയിലെമ്പാടും എസ്തേർ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ From സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. Kashmir to Kanyakumari, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, from east to west. പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ. Almost in many places we have this blessed Esther prayer group now. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും അനുഗ്രഹീതമായ എസ്തേർ പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്. And also outside India, many countries, nearly 18 countries, we have this blessed prayer group. കൂടാതെ ഇന്ത്യക്ക് പുറത്തുള്ള ഏകദേശം 18 രാജ്യങ്ങളിലും എസ്തേർ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. You have to pray every month, that's all. നിങ്ങൾ എല്ലാ മാസവും പ്രാർത്ഥിക്കണം, അത്ര തന്നെ. For women folk we have prayer meeting. സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. For young girls we have. അതുപോലെ യുവതികൾക്ക് വേണ്ടിയും. Even for small children 7 to 12-year-old, they can pray. 7 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും ഈ ഗ്രൂപ്പിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. And recently God has made us start for couples. ഈയിടെ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കുവാൻ ദൈവം ഞങ്ങളെ So സഹായിച്ചു. many testimonies are coming. നിരവധി സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. God hears the cries of the people. ദൈവം ജനങ്ങളുടെ നിലവിളികൾ കേൾക്കുന്നു. When you use the word of God, the Lord delivers all of them. നിങ്ങൾ ദൈവവചനം ഉപയോഗിക്കുമ്പോൾ ദൈവം എല്ലാവരെയും So വിടുവിക്കുന്നു. many miracles are happening. നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. My friends, this is what Esther prayer meeting does to സ്നേഹിതന്മാരെ, people. എസ്തേർ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെ ദൈവം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. Those who want to join, please join and get the blessings of God. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ചേരുവിൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവിൻ. You will have light in the darkness. നിങ്ങൾക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും. Psalm 18:28 says, "The Lord my God will enlighten my സങ്കീർത്തനം darkness." 18:28 പറയുന്നു, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. And those who have faith, with faith when they pray in the prayer group, they are blessed with the need they have. വിശ്വാസമുള്ളവർ വിശ്വാസത്തോടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നു. Just like Abraham received God's abundant blessings having a child, like that you can also receive all the problems solved by the power of God through this Esther prayer group. അബ്രഹാമിന് ഒരു കുഞ്ഞുൾപ്പെടെ സകല അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധിച്ചതുപോലെ എസ്തേർ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് സകല അനുഗ്രഹങ്ങളും പ്രാപിക്കാം. And not only that, a man called
Nathaniel, when he met Jesus, he said, "Oh, what a great God we have." മാത്രമല്ല നഥനയേൽ എന്ന വ്യക്തി യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ പറഞ്ഞു, എത്ര വലിയവനായ ദൈവമാണ് നമ്മോടൊപ്പമുള്ളത്. You are great. കർത്താവേ, അങ്ങ് വലിയവനാകുന്നു. And then Jesus said, അതിന് മറുപടിയായി യേശു പറഞ്ഞു, John 1:50, യോഹന്നാൻ 1:50, "You will see greater things than these, my son." എന്റെ മകനെ, നീ ഇതിനേക്കാൾ വലിയത് കാണും. In the same way, if you join Esther prayer group for children or young girls or couples or women folk, you will be blessed abundantly. അതുകൊണ്ട് സ്ത്രീകളെ, യുവതികളെ, കുഞ്ഞുങ്ങളെ, ദമ്പതികളെ, നിങ്ങൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേരുകയാണെങ്കിൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് 1 പ്രാപിക്കാം. Corinthians chapter 1 verse 24 says, 1 കൊരിന്ത്യർ 1:24 വാക്യം "To പറയുന്നു, those who are called, Christ the power of God and the wisdom of God." വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവും യേശുക്രിസ്തു തന്നെ. If you read Philippians 2:15, God will make you also shine for the glory of God. നിങ്ങൾ ഫിലിപ്പിയർ 2:15 വായിക്കുകയാണെങ്കിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവം നിങ്ങളെയും Now, how പ്രാപ്തരാക്കും. many of you want to join this scheme? നിങ്ങളിൽ എത്ര പേർ ഇതിൽ പങ്കുചേരുവാൻ This ആഗ്രഹിക്കുന്നു? is just a prayer ministry, that's all. ഇത് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്, അത്രമാത്രം. Now we are going to pray. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. Those women folk who want to join, ഈ കൂട്ടായ്മയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ, young girls, യുവതികളെ, small girls, കുഞ്ഞുങ്ങളെ, couples, ദമ്പതികളെ, if you want to join, come and now obey the Lord and tell him, "Lord, give me grace to join this group." നിങ്ങൾ ഇതിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ കർത്താവിനോട് പറയുവിൻ, കർത്താവേ, ഈ ഗ്രൂപ്പിൽ ചേരുവാൻ എനിക്ക് കൃപ He will നൽകണം. tell you all details about this. എല്ലാ വിശദാംശങ്ങളും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. Write to the Jesus Calls ministry. യേശു വിളിക്കുന്ന ശുശ്രൂഷയിലേക്ക് എഴുതുവിൻ. They will inform you the ways and means to approach them. സകല മാർഗനിർദ്ദേശങ്ങളും അവർ നിങ്ങളെ അറിയിക്കുന്നതാണ്. You can pray and get blessed by the Lord. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം. Now shall we pray? ഇപ്പോൾ നമുക്ക് Our പ്രാർത്ഥിക്കാം. precious heavenly Father, ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ പിതാവേ, who look into the hearts of your children, അങ്ങയുടെ മക്കളുടെ ഹൃദയത്തെ അങ്ങ് കാണണമേ. those who want to join this prayer group and do your ministry, Lord, help them to join and give them special ഈ grace. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ ഇതിൽ ചേരുവാൻ സഹായിക്കണമേ. അവർക്ക് പ്രത്യേക കൃപ നൽകണമേ. Speak to them, Father. പിതാവേ, അവരോട് സംസാരിക്കണമേ. Guide them and lead them. അവരെ വഴി നടത്തണമേ. Let them all shine for your glory. അവർ എല്ലാവരും അങ്ങയുടെ നാമമഹത്വത്തിനായി ശോഭിക്കട്ടെ. Bless all the people who are already praying in the ministry. ശുശ്രൂഷയിൽ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. Increase your blessing among അവരുടെ them. ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു Thank you, Lord, പെരുകട്ടെ. for your provision and grace. കർത്താവേ, അങ്ങയുടെ കരുതലിനും കൃപയ്ക്കും നന്ദി. Continue to lead us and bless us, Father. തുടർന്നും ഞങ്ങളെ വഴി നടത്തണമേ, അനുഗ്രഹിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.